ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്, കണ്ണന്റെ പിറന്നാളാണ്. കൃഷ്ണക്ഷേത്രങ്ങളിലൊക്കെ വിശേഷാൽ പൂജകളും പ്രാർത്ഥനകളും ഒക്കെ നടക്കുകയാണ്. അഷ്ടമിരോഹിണി ദിനമായ ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉൾപ്പെടെ വിശേഷാൽ പൂജകളൊക്കെ നടക്കുന്നതായിരിക്കും. മനോഹരമായ കാഴ്ചകളിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. നഗര ഗ്രാമ വ്യത്യാസമന്യേ വിവിധ പ്രദേശങ്ങളിൽ വൈകിട്ട് ശോഭയാത്രകൾ നടക്കുന്നതായിരിക്കും. ആറന്മുളയിൽ ഇന്ന് അഷ്ടമിരോഹിണി വള്ളസദ്യ വിളമ്പും. രാവിലെ 11-ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയാണ് വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യുക. ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ശ്യാം പ്രസാദ് ഉത്തമനും ആറന്മുളയിൽ നിന്ന് CK അഭിലാലും വിവരങ്ങളുമായിട്ട് നമ്മളോടൊപ്പം ഉണ്ട്. അവിടുത്തെ വിശേഷങ്ങളെ അറിയിക്കാൻ ആദ്യം ഗുരുവായൂരിലേക്ക് തന്നെ നമുക്ക് പോകാം. മനോഹരമായ കാഴ്ചകളല്ലേ അവിടെ നിന്ന് രാവിലെ മുതൽ നമ്മൾ കാണുന്നത്. ശ്യാം പ്രസാദ് ഉത്തമനുണ്ട്. ശ്യാം, എങ്ങനെ പോകുന്നു കാഴ്ചകളൊക്കെ? പൂജ തീർച്ചയായിട്ടും ഓരോ മണിക്കൂർ ചെല്ലുമ്പോഴും ഗുരുവായൂരിലെ കാഴ്ചകൾ അതിശയിപ്പിക്കുന്നതാണ്, കണ്ണഞ്ചിപ്പിക്കുന്നതാണ്. കാരണം ഓരോ ഉണ്ണിക്കണ്ണന്മാരും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധിയായിട്ടുള്ള ഭക്തർ ഇതിനോടകം തന്നെ തൊഴുതു മടങ്ങി. പുലർച്ചെ 4:00 തുടങ്ങിയ ദർശനമാണ്. ഈ ദർശനത്തിൽ നിരവധിയായ ഭക്തർ തന്നെ ഇതിനോടകം തൊഴുതു മടങ്ങി. നിരവധിയായിട്ടുള്ള ഭക്തർ ഇപ്പോഴും ക്യൂവിലാണ്. ഈ ക്യൂ നിന്ന് തൊഴാൻ കഴിയാത്തവരാണ് തൊട്ട് മുമ്പിൽ വന്ന് തൊഴുത് മടങ്ങുന്ന ആളുകൾ. വിവിധ ജില്ലകളിൽ നിന്നെത്തുന്നവരുണ്ട്, അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് നിന്ന് പുറത്തു നിന്നെത്തുന്നവരുണ്ട്. ഇവർക്ക് എല്ലാവർക്കുമായി ഇന്ന് ഈ ഗുരുവായൂരിൽ വിഭവസമൃദ്ധമായ ഒരു സദ്യ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് അഷ്ടമിരോഹിണി, ശ്രീകൃഷ്ണൻ്റെ പിറന്നാൾ ദിനമാണ്. നമ്മുടെയൊക്കെ ഒരു കേരളീയ പാരമ്പര്യമനുസരിച്ച് ഈ അഷ്ടമിരോഹിണി ദിനത്തിൽ അർദ്ധരാത്രി വരെ നീളുന്ന പൂജയും അതോടൊപ്പം തന്നെ വഴിപാടുകളും ഒക്കെയായിട്ട് കൊണ്ടാടുകയാണ്. ഏതായാലും നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഒരു ഉണ്ണിക്കണ്ണൻ ഭഗവാനെ കാണുവാൻ വേണ്ടി, ദർശിക്കുവാൻ വേണ്ടി അതിൻ്റെ കുടുംബത്തോടൊപ്പം എത്തിയ ദൃശ്യങ്ങൾ. അങ്ങനെ നയനമനോഹരമായ കാഴ്ചകളാണ്. ശ്രീകൃഷ്ണൻ്റെ ആ ഒരു ബാല്യകാലം, അമ്പാടിയിലെ ആ ഒരു ബാല്യകാലമൊക്കെ വീണ്ടും നമ്മുടെ കൺമുന്നിൽ അവതരിക്കുന്ന ഒരു ദിനം കൂടിയാണിന്ന്. ഇന്ന് വിവിധ ചെറിയ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ ശോഭായാത്രകളുണ്ട്. ആ ശോഭായാത്രകളിലൊക്കെ വിവിധങ്ങളായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇന്നിപ്പോൾ ഈ ഗുരുവായൂരിൽ ഇന്ന് വിവിധ ക്ഷേത്രങ്ങളിൽ കൂടാതെ തന്നെ ഗുരുവായൂരിൽ ഇന്ന് ഏറെ പ്രാധാന്യമുള്ളത് ഇവിടുത്തെ ദർശനം തന്നെയാണ്. ആ ദർശനവുമായി എത്തിയ നിരവധി ഉണ്ണിക്കണ്ണന്മാർ നമുക്കിതേ കാണാം. ഉണ്ണിക്കണ്ണന്മാരും രാധകളും ഒക്കെ ഇങ്ങനെ അമ്പാടിയിൽ നിറഞ്ഞാടുന്നത്, അത് ഈ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ തന്നെ അവർ നിറഞ്ഞാടുകയാണ്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് ഗുരുവായൂരിനെ ഇന്ന് ഏറ്റവും കൂടുതൽ സമ്പന്നമാക്കുന്നത്. ആ കാഴ്ചകൾ, ആ നയനമനോഹര കാഴ്ചകൾ തന്നെയാണ് ഏറ്റവും നമ്മളെ വ്യത്യസ്തമാക്കുന്നത്. 2 ഉണ്ണിക്കണ്ണന്മാർ ഇവിടെ ഇന്നിപ്പോൾ നിൽപ്പുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം, എവിടെ നിന്നാണ് വരുന്നത്? എന്താ പേര് മോള്? മീനാക്ഷി. എവിടെ നിന്നാണ് വരുന്നത്? ആണോ? തൊഴുതോ? മോളുടെ പേരെന്താ? ആണോ? എന്തായാലും ഈ 2 ഉണ്ണിക്കണ്ണന്മാരെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ആ വേഷവിധാനത്തിലെത്തി അങ്ങനെ വ്യത്യസ്തമാണ്. അതായത് ദേവകിയുടെയും വസുദേവൻ്റെയും ഒക്കെ കുട്ടിയായിട്ട് ഭൂമിയിൽ അവതരിച്ച ആ കൃഷ്ണൻ്റെ ആ ബാല്യകാലം വീണ്ടും നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആളുകൾ ഇങ്ങനെ ഇത് ആഘോഷിക്കുമ്പോൾ വീണ്ടും നമ്മുടെ കൺമുന്നിലേക്ക് നമ്മളുടെ കൊച്ചുമക്കൾ അവർ കൃഷ്ണനായും രാധയായും ഒക്കെ ഇങ്ങനെ നിറഞ്ഞാടുന്നു. അമ്പാടിയിൽ ഓടിക്കളിച്ച കൃഷ്ണൻ, അമ്പാടിയിലെ ആ കുറുമ്പും അതോടൊപ്പം തന്നെ ആ വെണ്ണ കട്ടുന്നതുമൊക്കെ പിന്നീട് ഇന്ന് വൈകിട്ടോടുകൂടിയൊക്കെ വിവിധങ്ങളായിട്ടുള്ള ശോഭായാത്രകളിൽ അത് തെളിഞ്ഞു കാണാൻ കഴിയും. ഉറിയടി ഉണ്ടാകും. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് നിമിഷങ്ങൾ ഈ ദിവസം സമ്മാനിക്കുന്നതാണ്. എന്തായാലും ഇതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ആ ഒരു കേരളീയ പാരമ്പര്യത്തിൻ്റെ ആ ഒരു ആഘോഷ രീതി തന്നെയാണ്. ഈ അമ്പാടിയിൽ വളർന്ന ഈ കൃഷ്ണനെ ഈ ഗോപികമാരുടെ മുമ്പിലൊക്കെ രാഗലോലനായി എത്തുന്ന ഈ കൃഷ്ണൻ പിന്നീട് അസുരാന്തകനായിട്ടൊക്കെ മാറുന്നുണ്ട്. അങ്ങനെ ഗീതോപദേശം ചെയ്ത് ഗുരുവായിട്ട് മാറുന്നുണ്ട്. ഒടുവിൽ അദ്ദേഹം സ്വയം വലയം പ്രാപിക്കുക കൂടിയാണ്. അങ്ങനെ ആ ജ്ഞാനിയായ ആ കൃഷ്ണൻ്റെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങൾ ഗുരുവായൂർ അമ്പലനടയിൽ സ്വാഭാവികമായിട്ടും ഇവിടെ എത്തുമ്പോൾ നിരവധിയായിട്ടുള്ള ഭക്തർ ഇന്ന് ആ ഒരു ദർശനം കണ്ട് മടങ്ങിക്കഴിഞ്ഞാൽ അതിൽ പരം മറ്റു പുണ്യമില്ല. മനോഹരമായ കാഴ്ചകളൊക്കെ അവിടെയുണ്ട്. 1-2 ഉണ്ണിക്കണ്ണന്മാരെ കാണുമ്പോൾ പോലും ഭയങ്കര സന്തോഷമൊക്കെയാണ്. നല്ല രസമാണ് കുഞ്ഞുങ്ങളൊക്കെ സംസാരിക്കുന്നതാണ്. അപ്പോൾ വൈകുന്നേരത്തെ ശോഭയാത്രയിലൊക്കെ ആകുമ്പോൾ എത്ര പേരായിരിക്കും അല്ലേ? ശരി, നമ്മളിനി പത്തനംതിട്ടയിലേക്ക് പോവുകയാണ്. ആറന്മുള ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് മറ്റൊരു വശത്ത് പ്രേക്ഷകർ കാണുന്നത്. ഇന്ന് അവിടെ വള്ളസദ്യ ഉണ്ടായിരിക്കുന്നതാണ്. അഷ്ടമിരോഹിണി വള്ളസദ്യ, അതിൻ്റെ ഉദ്ഘാടനത്തിനെത്തുന്നത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയാണ്. അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഓരോ ചടങ്ങുകളും പുരോഗമിക്കുകയാണ്. CK അഭിലാൽ അവിടെ നിന്നും ചേരുന്നുണ്ട്. അഭിലാൽ, ആറന്മുള ക്ഷേത്രത്തിലാണ്. ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. ഇന്ന് പ്രധാനപ്പെട്ട കാര്യം അഷ്ടമിരോഹിണി വള്ളസദ്യ ഉണ്ട്. സുരേഷ് ഗോപി ആയിരിക്കും ഉദ്ഘാടനം ചെയ്യുക. അവിടെ ഇപ്പോൾ എന്ത് ചടങ്ങാണ് നടക്കുന്നത്?
ഗുഡ് മോർണിംഗ്. ഗുരുവായൂർ അപ്പൻ എന്നാണ് വിശേഷണമെങ്കിൽ ആറന്മുള ദേശക്കാർക്കാകെ പാർത്ഥസാരഥി എന്നത് ആ സങ്കല്പം എന്നത് ആറന്മുള അപ്പൻ എന്നുള്ള സങ്കല്പമാണ്. ജന്മാഷ്ടമി ഭഗവാന്റെ ജന്മദിനമാണ്. അങ്ങനെ ഇന്ന് വള്ളസദ്യ എന്നുള്ളത് ഭഗവാന്റെ ജന്മദിന സദ്യ തന്നെയാണ്. അങ്ങനെ നൂറുകണക്കിന് ആളുകൾ ഇന്നത്തെ ചടങ്ങിൻ്റെ ഭാഗമാവുകയും സദ്യയുടെ ഭാഗമാവുകയും ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഉദ്ഘാടകൻ വളരെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. നടനും കേന്ദ്ര സഹമന്ത്രിയും കൂടിയായ സുരേഷ് ഗോപി അദ്ദേഹം ക്ഷേത്രദർശനം പൂർത്തിയാക്കിയ ശേഷം ആനക്കൊട്ടിലിൽ പറ സമർപ്പിച്ച് പ്രാർത്ഥനയിൽ ആണ്. ഇതിനുശേഷം അദ്ദേഹം ഗസ്റ്റ് ഹൗസിലേക്ക് മടങ്ങുകയും പിന്നീട് 11 മണിയോടുകൂടി ഇവിടെ എത്തി ഭഗവാൻ എന്നുള്ള സങ്കല്പത്തിൽ ആദ്യമായി അദ്ദേഹം ഭഗവാനായിരിക്കും, ആ സങ്കല്പത്തിലായിരിക്കും സദ്യ വിളമ്പുന്നത്. അതോടുകൂടിയാണ് ജന്മാഷ്ടമി ദിനത്തിലെ വള്ളസദ്യയുടെ തുടക്കം. റാന്നി ഇടക്കുളം മുതൽ ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തല വരെ 52 പള്ളിയോട കരകളുണ്ട് ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ 52 പള്ളിയോട കരക്കാർക്ക് മാത്രമല്ല, ഇന്ന് ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന മുഴുവൻ ഭക്തർക്കും സദ്യ ഒരുക്കുന്നു എന്നുള്ള സവിശേഷകരമായ സാഹചര്യം കൂടിയുണ്ട്. 2 നാൾ മുൻപ് തന്നെ ആരംഭിച്ചതാണ് സദ്യയുടെ ഒരുക്കങ്ങൾ ഒക്കെ. ഇന്ന് 10:45 കൂടി അതിൻ്റെ സദ്യവട്ടങ്ങളുടെ ഒരുക്കങ്ങൾ പൂർത്തിയാകും. പിന്നീട് ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ വിവിധ ഇടങ്ങളിലായി 52 പള്ളിയോട കരകളിൽ നിന്നുള്ള ആളുകൾക്ക് സദ്യ വിളമ്പും. ഒപ്പം തന്നെ വിവിധ ഇടങ്ങളിലായി ഭക്തർക്കും സദ്യ വിളമ്പും. 250 പറ അരിയുടെ സദ്യയാണ് ഒരുക്കുന്നത്. ഏറെക്കുറെ 500-ലധികം ആളുകൾ ഇതിൻ്റെ ഭാഗമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു വരികയാണ്. വന്നു ചേരുന്ന എല്ലാ ഭക്തർക്കും സദ്യ ഉണ്ട്. അത് ഏതെങ്കിലും ഒരു പാസിൻ്റെ ഒന്നും തന്നെ അടിസ്ഥാനത്തിലല്ലാതെ തന്നെ എല്ലാവർക്കും സദ്യവട്ടത്തിൻ്റെ ഭാഗമാകാം എന്നുള്ളതാണ് അഷ്ടമിരോഹിണി വള്ളസദ്യയുടെ സവിശേഷത. അങ്ങനെ ഏറെക്കുറെ 1,00,000-ത്തിനടുത്ത് ഭക്തർ ഇന്നത്തെ സദ്യയുടെ ഭാഗമാവുകയും ക്ഷേത്രദർശനത്തിനായി എത്തിച്ചേരുകയും ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നുള്ള ഓരോ വിശേഷങ്ങളും പങ്കുവെക്കുന്നത്. ഏറ്റവും പ്രധാനം ഇന്ന് അഷ്ടമിരോഹിണി വള്ളസദ്യ ഉണ്ട് എന്നുള്ളതാണ്. അഭിലാല്, വലിയ തിരക്ക് അവിടെ കാണാനുണ്ട്. സ്വാഭാവികമാണ്. ഇന്നത്തെ ദിവസം ക്ഷേത്രത്തെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവസം തന്നെയാണ്. അപ്പോൾ മുൻപും ഈ രീതിയിൽ അഭിലാൽ അവിടെ എത്താറുണ്ടായിരുന്നല്ലോ, അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. എങ്ങനെയുണ്ട് മറ്റ് കാഴ്ചകളൊക്കെ തന്നെയും? പുലർച്ചെ 5 മണിക്ക് ക്ഷേത്രനട തുറന്നപ്പോൾ മുതൽ ഭക്തരുടെ വലിയ സാന്നിധ്യം ക്ഷേത്രത്തിലുണ്ട്. ഏറ്റവും കൂടുതൽ ഭക്തർ ഒരു ദിവസം എത്തിച്ചേരുന്നത് ഈ ദിവസം എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ഏറെക്കുറെ 1,00,000-ത്തിനടുത്ത് ഭക്തരായിരിക്കും ഇന്ന് പുലർച്ചെ മുതൽ അത്താഴ പൂജ വരെയുള്ള കാലയളവിൽ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുക. അതിൽ നല്ലൊരു ശതമാനം ആളുകൾ ഉച്ചയോടുകൂടി എത്തി ഭഗവാന്റെ പിറന്നാൾ സദ്യയുടെ കൂടി ഭാഗമാകും. 67 ഇനങ്ങളാണ് വള്ളസദ്യയുടെ ഭാഗമാകുക എന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും സവിശേഷമായ രുചിയുടെ ഒരു കലവറ കൂടിയായിരിക്കും ഇവിടെ തുറക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഇതിൻ്റെ ഭാഗമാകുക എന്നത് തന്നെ വലിയ അനുഗ്രഹമായാണ് കാണുന്നത്. കാരണം ഭഗവത് സന്നിധിയിൽ ക്ഷേത്ര പരിസരത്ത് നാലുകെട്ടിനുള്ളിൽ ഭഗവാന്റെ പിറന്നാൾ ദിനത്തിൽ ഒരു പിടി ചോറുണ്ണുക, അതിൻ്റെ ഭാഗമാകുക എന്നുള്ളത് വലിയ അനുഗ്രഹമായി കണക്കാക്കപ്പെടുന്നതാണ്. അങ്ങനെ നൂറുകണക്കിന് ആളുകൾ എത്തിച്ചേരും. അങ്ങനെ 67 ഇനങ്ങളിലുള്ള സദ്യാവിഭവങ്ങളുടെ ഭാഗമാകും. എല്ലാവരും ദർശനത്തിന് ശേഷം ഇതിൻ്റെ ഭാഗമാകും. വലിയ ക്രമീകരണങ്ങൾ ഇക്കുറി ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ 4 ഭാഗത്തുമായി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള സദ്യാലയങ്ങളുണ്ട്. താൽക്കാലിക അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ള സദ്യാലയങ്ങളാണ്. അങ്ങനെ ഓരോയിടത്തെയും വിശേഷങ്ങൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. മനോഹര കാഴ്ചകളാണ് എല്ലാ ക്ഷേത്രത്തിൽ നിന്നുമൊക്കെ ഉള്ളത്. വൈകുന്നേരത്തോടു കൂടി ശോഭയാത്രയൊക്കെ ഉണ്ടാകും. ശോഭയാത്രയ്ക്കായി നാടും നഗരവും ഒക്കെ ഒരുങ്ങിയിരിക്കുകയാണ്. നമുക്ക് ആ കാഴ്ചകളിലേക്ക്